ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോ ഗലീലി തടാകത്തിൻ്റെ മറുവശത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ജനക്കൂട്ടം മുഴുവൻ അവനെ അനുഗമിച്ചു. ഈശോ തലയുയർത്തി നോക്കുമ്പോൾ അനേകർ വരുന്നത് കണ്ടു. അവർക്ക് ഭക്ഷിക്കുവാൻ എന്ത് നാം കൊടുക്കുമെന്ന് അവിടുന്ന് പീലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്. പീലിപ്പോസ് പറയുന്നുണ്ട്, ഇവർക്ക് കൊടുക്കുവാൻ 200 ദനാരയുടെ അപ്പം കൊണ്ട് ഒരല്പം എങ്കിലും കൊടുക്കാൻ പോലും തികയുകയില്ല. ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരുവനും പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് പറയുന്നുണ്ട്, ഒരു കുട്ടിയുടെ കയ്യിൽ 5 ബാർലി അപ്പവും 2 മീനുമുണ്ട്. ഈശോ അവരെല്ലാവരെയും പുൽത്തകടിയിലിരുത്തുവാൻ ആവശ്യപ്പെട്ടു. അവരെല്ലാവരും പുൽത്തകടിയിലിരുന്നു. 5000 പുരുഷന്മാരെ കണക്ക് അവിടെ പറയുന്നുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും അവിടെയുണ്ട്. ഈശോ അപ്പം തൻ്റെ കരങ്ങളിലെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. അതുപോലെ തന്നെ മീനും ആശീർവദിച്ച് അവർക്ക് നൽകിയപ്പോൾ അതും അവർ ഭക്ഷിച്ച് തൃപ്തരായി. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ബാക്കിയുള്ളവ നിങ്ങൾ കുട്ടയിൽ ശേഖരിക്കുക. ഒന്നും നഷ്ടപ്പെടാതെ അവർ 12 കുട്ട അപ്പവും മത്സ്യവും അവർ ശേഖരിച്ചു. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഈശോയ്ക്ക് ഒന്നും അസാധ്യമല്ല. ഈശോയുടെ കരങ്ങളിലേക്ക് 5 അപ്പവും 2 മീനും നൽകപ്പെട്ടപ്പോൾ ഈശോ അത് ആശീർവദിച്ച് തിരിച്ചു നൽകുമ്പോൾ എത്രയോ സമൃദ്ധിയാണ് ഉണ്ടാവുക. ഈശോ ചെയ്ത ഈ അടയാളങ്ങൾ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനം ഇപ്രകാരം പറഞ്ഞു, ലോകത്തിന് വേണ്ടി വരാനിരിക്കുന്ന പ്രവാചകൻ